നാടിളക്കിയ പ്രചാരണ പരിപാടികളാണ് കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി MT രമേശ് മുന്നേറുന്നത്. EP ജയരാജൻ പറഞ്ഞ ഏറ്റവും പ്രഗത്ഭരായ 4 സ്ഥാനാർത്ഥികൾ താങ്കളാണ്. BJP കേരളത്തിൽ നിർത്തിയിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഒരേപോലെ തന്നെയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഇന്ന ആൾക്കാർ പ്രഗത്ഭർ, ഇന്ന ആൾക്കാർ അപ്രധാനികൾ എന്നൊന്നുമില്ല. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ച 16 സ്ഥാനാർത്ഥികളും ഒരേപോലെയുള്ള സ്ഥാനാർത്ഥികളാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നാടിളക്കിയ പ്രചാരണ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. നല്ല പ്രചരണം നടക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഗൃഹസമ്പർക്കത്തിൻ്റെ 1ാം ഘട്ടമായിരുന്നു. പാർട്ടി പ്രവർത്തകന്മാർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് പ്രവർത്തകന്മാരുടെ വീട് വിടാൻ തന്നെയുള്ള ഗൃഹസമ്പർക്കവും മറുഭാഗത്ത് പൊതുപ്രചരണവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. പൗരത്വ ഭേദഗതിക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുള്ള ശ്രമം നടക്കുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് അവർക്ക് തന്നെ തിരിച്ചടിയാകും. കാരണം അവർ മുസ്ലിം സമൂഹത്തെ കള്ളപ്രചരണം കൊണ്ട് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ത്യയിലെ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പൗരത്വം ഇതുകൊണ്ട് നഷ്ടപ്പെടില്ല. ആ നിയമം മുമ്പോട്ട് പോവുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹം അവരോട് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവരാണ് മതന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് വിഭാഗീയതയ്ക്കാണോ CPM-ഉം കോൺഗ്രസും സംഘടന മുസ്ലിം വോട്ടിന് വേണ്ടി മതപരമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതങ്ങേയറ്റം അപകടകരമാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നുണപ്രചരണം നടത്തി മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. ഏതായാലും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയം അത് ആരാണോ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് NDA സ്ഥാനാർത്ഥി MT രമേശ് പറയുന്നത്. ചനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.